റൂം 1, 2, 3, 4 വീട്ടിലെ 4 റൂമുകളുടെ മാപ്പാണിത്. ഒരു പണി തുടങ്ങാൻ പോവാണ്, നോക്കിക്കോ. നമുക്ക് ആദ്യം ഒന്ന് അടിച്ചു വാരാം വീട്. അപ്പോൾ വാക്വം കൊടുക്കാം. നമുക്ക് സ്റ്റാൻഡേർഡ് മതി. ഓക്കെ, ഇനി നമുക്ക് കുട്ടപ്പാ പണി തുടങ്ങിക്കോ. ആശാനെല്ലാം പണിയെടുത്തോളും. കട്ടിലിൻ്റെ അടിയിൽ കൂടിയും അലമാരീൻ്റെ അടിയിൽ കൂടിയും ഒക്കെ നടന്ന് പൊടി മൊത്തം അടിച്ചു വാരി എടുത്തോളും. അടിച്ചു വാരൽ മാത്രമല്ല തുടക്കലുണ്ട്. അതാണ് ഇതിൻ്റെ വലിയൊരു സംഭവം. ആശാൻ പണി തുടങ്ങി. ഇങ്ങനെ പോണണ്ട, അടിച്ചു വാരി കട്ടിലിൻ്റെ അടിയിൽ പോവാണ്. നോർമലി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കട്ടിലിൻ്റെ അടിയിൽ എപ്പോഴും പൊടിയുള്ളൊരു സ്ഥലമായിരിക്കും കട്ടിലിൻ്റെ അടി വശം. ഈ ഒരു റോബോ മോപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ആ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ട, കട്ടിലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോയി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സകലമാന സ്ഥലങ്ങളും ആശാൻ ക്ലീൻ ചെയ്തോളും. കണ്ടോ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ അലമാരിയൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ അവിടെ ക്ലീൻ ആയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ ഒരു ചൂല് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അടിച്ചെടുത്ത് കൊടുത്തായി. അപ്പോൾ അതും ക്ലീൻ ആക്കി അങ്ങ് പോയിക്കോളും. ആദ്യം ബോർഡറുകളാണ് ഇത് ക്ലീൻ ചെയ്യുക, പിന്നെയാണ് ഉൾവശങ്ങൾ ക്ലീൻ ആക്കുള്ളൂ. കണ്ടോ? അടിപൊളി ഫെസിലിറ്റിയാണ് ഇത്. കഴിഞ്ഞ ദിവസം ആമസോണിൽ കിഡിലൻ ഓഫർ എന്ന് പറഞ്ഞാൽ കിഡിലൻ ഓഫറിൽ എനിക്ക് കിട്ടിയതാണ് 50% ഓഫ്. ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഞാൻ നോർമലി നോക്കുമ്പോൾ 40,000 രൂപേൻ്റെ അടുത്താണ് ഇതിൻ്റെ വില കാണാറുണ്ടായിരുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ആമസോണിൽ നോക്കുമ്പോൾ 50% ഓഫ്. അപ്പം തന്നെ ബുക്ക് ചെയ്തു. 2 ദിവസം കൊണ്ട് സംഭവം വീട്ടിലെത്തി. എഡ്ജിൽ നിന്നൊക്കെ വിട്ടു. ഇനി അതിൻ്റെ ഉൾവശങ്ങൾ ഇങ്ങനെ ക്ലീൻ ആക്കുകയാണ്. ഇപ്പോൾ എവിടെയൊക്കെ ക്ലീൻ ആക്കി എന്നുള്ളതിൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ റൂം 4ലാണ് അത്. നമ്മളിപ്പോൾ ഈ ചാർജ് ചെയ്യുന്ന റൂമാണ്. അപ്പോൾ അതിപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മൂവ് ആവുന്നതിനനുസരിച്ച് തന്നെ കണ്ടോ, ആ കട്ടിലിന്റെ കാലിൽ തട്ടിയപ്പോ കട്ടിലിന്റെ കാലിന്റെ ചുറ്റും അതിങ്ങനെ കറങ്ങും. കാലിന്റെ ചുറ്റുമുള്ള പൊടി അത് മൊത്തം അതിന്റെ ഉള്ളിലേക്ക് അടിച്ചെടുക്കും. എന്നിട്ട് അത് അതിന്റെ ഗ്രാഫിനനുസരിച്ച് അത് പോകും. ഇപ്പൊ കണ്ടോ, കൃത്യം ഇവിടെ ഒരു റൗണ്ട് ക്രിയേറ്റ് ആയി. കണ്ടോ, സംഭവം എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സംഭവം ചെയ്യുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ അടിച്ചുവാരൽ മാത്രമാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അടിച്ചുവാരി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മോപ്പ് കൊടുക്കും. ഇച്ചിരി വെള്ളം നിറച്ചു കൊടുക്കണം. മോപ്പിംഗ് ഒക്കെ ചെയ്തോളും. കൂടുതൽ വെള്ളമാക്കിയിട്ടുള്ള മോപ്പിംഗ് ഉണ്ട്, മീഡിയം മോപ്പിംഗ് ഉണ്ട്, ലോ മോപ്പിംഗ് ഉണ്ട്. ഞങ്ങളിപ്പോ ഇത്രയും 2 ദിവസമായിട്ട് ലോ മോപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. സംഭവം പോണണ്ട. കുട്ടപ്പം പണി തുടങ്ങി. ഇപ്പോൾ അത് ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ളൊരു തുള്ളി സ്ഥലമുണ്ട്. ആ ഭാഗം കൂടെ ഒന്ന് ഫില്ല് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അടിച്ചു വാരുകയാണ്. ഇനി അപ്പോൾ ആശാൻ പോകുന്നത് അടുത്ത റൂമിലേക്കായിരിക്കും. നമുക്ക് നോക്കാം ഏതായിരിക്കും റൂം. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് പോകുന്നതൊക്കെ നമുക്ക് നോക്കാം. ഈ റൂമിലെ പണി ഏകദേശം തീർത്തു. കണ്ടാ, അടുത്ത റൂമിലേക്ക് പോവാണ്. ഇതിന്റെ മാപ്പിംഗ് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇതൊരു റൂമിലേക്ക് പോകുന്നുള്ളൂ. റൂമിൽ പോയി കഴിഞ്ഞിട്ട് അപ്പം തന്നെ വിത്തിൻ 1 മിനിറ്റ് പോലും എടുക്കുന്നില്ല ഒരു റൂം മാപ്പ് ചെയ്യാൻ. അതിന്റെ ലേസർ സിസ്റ്റം വെച്ചിട്ട് അത് റൂമിന്റെ കൃത്യമായിട്ടുള്ള അളവ് കണ്ടുപിടിക്കുകയാണ്. അടിപൊളി. പിന്നെ ഇതിൽ അതിന്റെ ചുറ്റും 19 സെൻസേഴ്സ് ഉണ്ട്. 3000 PA സക്ഷൻ പവറാണ് അതിന്റെ അടിച്ചുവാരൽ സെറ്റപ്പിന് വരുന്നത്. പിന്നെ മോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ആണ് വരുന്നത്. ഡസ്റ്റ് കമ്പാർട്ട്മെന്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഡസ്റ്റ് പുറത്തു കൊണ്ടുപോയി കളയാം. പിന്നെ വാട്ടർ ടാങ്കിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ബാറ്ററിയാണ്. നമുക്ക് വീട് മൊത്തം അടിച്ചു വാരാൻ വേണ്ടിയിട്ട് വരുന്നത് 20% ബാറ്ററിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം നമുക്ക് അടിച്ചു വാരാൻ പറ്റും. മോപ്പിങ്ങിനും 20% വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചു വാരലും മോപ്പിങ്ങും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 40% നമുക്ക് യൂസേജ് വരും. രണ്ടാമത്തെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്ര ഏരിയ ഇപ്പോൾ ആയെന്നും എത്ര മിനിറ്റ് ടോട്ടൽ ആയെന്നും എത്ര ബാറ്ററി ഇനി ബാക്കിയുണ്ടെന്നൊക്കെ ഇവിടെ കാണിക്കും. ആ റൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ റൂം നമുക്ക് മോപ്പും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് പോസ് കൊടുത്തിട്ട് ഇവിടെ മോപ്പും കൂടെ കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ആ റൂം നമുക്ക് മാത്രമായിട്ട് നമുക്ക് മോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ റൂമായിട്ട് നമുക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് ആ റൂം മാത്രം അടിച്ചു വാരാനും പറ്റും, മോപ്പ് ചെയ്യാനും പറ്റും. പിന്നെ വേറൊരു അടിപൊളി ഫീച്ചർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ എങ്ങാനും ഇപ്പോൾ ഈ റൂമിൽ ഇവിടെ ചായ എങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യം ആ സ്ക്വയർ കൊണ്ടുവന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുട്ടപ്പൻ അവിടെ പോയിട്ട് ക്ലീൻ ചെയ്യും. അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. നമുക്ക് സ്പെഷ്യൽ ഏരിയ മാത്രമായിട്ട് മാർക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൻ ലിവിംഗ് റൂമിലേക്ക് ക്ലീൻ ആക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ച ഒന്ന് പോയി കാണാം. യെസ്, ഇപ്പോൾ നമ്മുടെ ലിവിംഗ് റൂം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. മുടിയും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ കയറിക്കോളും. ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ജസ്റ്റ് എറർ കാണിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് ബ്രഷ് ഊരിയിട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, സോഫേൻ്റെ അടിയിൽ കൂടെ പോവാണ്. ഇതുപോലുള്ള വലിയ കമ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചേട്ടോ. അതിൽ വർക്ക് കൊടുക്കണ്ട. ചിലപ്പോൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്മളൊന്ന് എടുത്ത് മാറ്റാം.
ആദ്യം എല്ലാ റൂമിലും ചെന്നാലും ആദ്യം ഈ എഡ്ജിൽ കൂടെയാണ് പോകുക. എഡ്ജിൽ കൂടെ പോയിട്ട് എല്ലാം ക്ലീൻ ആകും. സംഭവം എന്തായാലും ഇപ്പോൾ ഉപയോഗിച്ച 3 ദിവസത്തിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഡെയിലി 2 വട്ടം വെച്ചൊക്കെയാണ് അടിച്ചു വാരലും തുടക്കലൊക്കെ. ഒരു വട്ടമൊക്കെ ചെയ്താൽ മതി. നമ്മളതിൻ്റെ വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവം സൂപ്പറാണ്. വൃത്തിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അടിച്ചു വാരി മോപ്പ് ചെയ്യുന്നതൊക്കെ നല്ല ക്ലീനാണ്. അതൊന്നും വേറെ നമുക്കൊന്നും അതിൽ ഡൗട്ടൊന്നുമില്ല. അതൊക്കെ അവർ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലോ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കി വിടുന്നത്. പിന്നെ വേറെ നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്, ഈ പഴയ വീടുകളിൽ ഓരോ റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോകുമ്പോൾ ഡോറിന് ഒരു ചെറിയ ഹൈറ്റ് ഉണ്ടാവില്ലേ അടിവശത്ത്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് ഹൈറ്റ് വരെയൊക്കെ പൊന്തും, അത്യാവശ്യം ഇച്ചിരി ഹൈറ്റ് വരെയൊക്കെ അത് പൊന്തി കയറി പോകും. പക്ഷെ അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും, ചെറിയൊരു ഹൈറ്റ് ഉണ്ടാവില്ല ചില പഴയ വീടുകൾക്ക്. അവിടെ അതൊരു ഇഷ്യൂ ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് ആ റൂം മാത്രമായിട്ട് ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെയുള്ള ഓപ്ഷൻ എന്തെങ്കിലും നോക്കിയാൽ മതി. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആമസോൺ ലിങ്ക്, ഇപ്പോൾ എനിക്ക് ഓഫർ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഓഫറിലാണ് കിട്ടിയത് 50% ഓഫിന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓഫ് ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. 50% ആണ് ഓഫ്. നോക്കിക്കോ, നിങ്ങൾ പർച്ചേസ് ചെയ്തോ. സംഭവം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക. അതായത് വീടെന്നും ക്ലീൻ ആയിരിക്കും. നമുക്ക് ലങ്സ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നല്ലോണം കുറയും. കാരണം നമ്മൾ ഈ വീട്ടിനകത്തുള്ള പൊടി, നിലത്തുള്ള പൊടിയാണ് ഫാൻ കറങ്ങുമ്പോൾ ഈ ഫാൻ നിലത്തുനിന്ന് അതിങ്ങനെ പൊക്കിയെടുത്ത് നമ്മൾ മൂക്കിൽ കൂടെ കയറി നമ്മുടെ ലങ്സിലേക്ക് പോയിട്ടാണ് നമുക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിന് ഒരു പരിധി വരെ നമുക്ക് സഹായകരമാവും. വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കും. നിലത്ത് പൊടി ഉണ്ടാവില്ല, തറയിൽ പൊടി ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നല്ല കാര്യം. മോപ്പിംഗ് ഉണ്ട്. മോപ്പിങ്ങിന് ഇതാണ് അതിൻ്റെ ടാങ്ക്. ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് മോപ്പിംഗ് പാഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഇതിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്തങ്ങ് കയറ്റിയാൽ മതി. ഉണ്ടോ, അതങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ കയറ്റുക. വെൽക്രോ ഉണ്ടല്ലോ മുണ്ടിനൊക്കെ ഉള്ള പോലത്തെ, അത് നല്ല കൃത്യമായിട്ട് വലിച്ച് അതിലേക്കൊന്ന് ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, സെറ്റ്. ഇനി ഇതെടുത്തിട്ട് നമ്മളിതിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഏരിയ ഉണ്ട്, അവിടേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി നമ്മൾ മോപ്പിംഗ് കൊടുക്കാൻ പോവാണ് കേട്ടോ. മോപ്പിംഗ് നമുക്ക് ഈ 3ാമത്തെ റൂമും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റൂമുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് സെലക്ഷൻ ചെയ്യണം. മോപ്പ് ഓപ്ഷൻ എടുക്കുക. ഓക്കെ, മോപ്പ് ഓപ്ഷൻ എടുത്തിട്ട് താഴെ ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. നമുക്കതിൽ ലോ മതി. ലോയിൽ തന്നെ നല്ല ക്ലീൻ ആവുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ ലോയാണ് കൊടുത്തത്. ഡൗൺ ചെയ്തിട്ട് നമ്മളങ്ങ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തുടയ്ക്കാൻ തുടങ്ങും. ഇനി അങ്ങ് തുടച്ചങ്ങ് പോയിക്കോളും. ഹൈ വൈബ്രേഷനാണ് അതിൻ്റെ അടിയിൽ. തുടയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. സൂപ്പർ. കട്ടിലിൻ്റെ അടിയിൽ തുടച്ച് പോവുകയാണ്. നമ്മൾ കട്ടിലിൻ്റെ അടിയിലേക്ക് എന്നും തുടയ്ക്കണമെങ്കിൽ എന്ത് പാടാണ്. ഇത് തന്നെ പണി ചെയ്തോളൂ. ഉണ്ടോ, തുടച്ചു പോയ സ്ഥലം നോക്കി എത്ര ക്ലീനാണ്. തുടച്ചു പോയ സ്ഥലത്ത് നമുക്ക് കണ്ട ആ നനവ് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ. ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ട് ചാർജിങ് പോയിന്റിലേക്ക് വീണ്ടും തിരിച്ചു പോവുക. നോക്കിയോ, അത് തിരിച്ചു പോയിട്ട് അവിടെ ചാർജ് ചെയ്യാനിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അതിന് ഡോക്കിംഗ് എന്നാണ് പറയുന്നത്, ഡോക്കിംഗ് ആൻഡ് ചാർജിങ്. കേട്ടോ, തിരിച്ചിങ്ങനെ പോയിട്ട് സംഭവം ഭയങ്കര രസമാണ്. നല്ലൊരു പ്രോസസ്സാണ് അത് കാണാൻ. എന്നിട്ടൊന്ന് കറങ്ങിയാലാണ് ഈ ചാർജിങ് പോർട്ട് കൃത്യം അവിടെ എത്തുള്ളൂ. എന്നിട്ടങ്ങ് ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ക്ലീൻ ചെയ്യാനാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഈ 4 റൂം അടിച്ചു വാരിയതിൻ്റെ ഡസ്റ്റ് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. ഇത് ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് സിമ്പിളാണ്. അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പൊന്തിക്കുക. ഇതൊന്ന് ഒരു ദിവസത്തെയാണ്. എന്തൊക്കെയോ കയറിപ്പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു ദിവസം, ഇന്നലെ കൂടി ഞങ്ങൾ 2 വട്ടം അടിച്ചു വാരിയതാണ്. ഇന്നിപ്പോൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന സംഭവമാണിത്. ഇതൊക്കെയല്ലേ നമ്മുടെ റൂമിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടന്ന് നമ്മുടെ മൂക്കിലും മൊത്തം പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ചാൻസ് കൂടും ഈ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ. എന്തൊക്കെയോ കയറിപ്പോയിട്ടുണ്ട്. ഉറുമ്പുകൾ കണ്ട അടിപൊളി അല്ലേ. നൂല്, മുടി കുറേ ഉണ്ട്. ഇത് ഫുൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ തിരിച്ച് വെക്കുക. ഒന്ന് പ്രസ് ചെയ്യുക.